ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിന്ന് കളിക്കുന്ന വേറൊരു സീരീസാണ് കിച്ചൺ. അപ്പോൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. ദിസ് ഈസ് മീ. ഈ നമ്മളിന്നിപ്പോൾ കളിക്കുന്നത് ഒരു ടൈഡൂനാണ്, ബേസ് ക്രിയേഷൻ ടൈഡൂൺ. അപ്പോൾ നമ്മളിന്ന് ചെയ്യണത് ഇത് തന്നെ. ഞാൻ കുറച്ച് ചെയ്തപ്പോഴാണ് ഞാൻ ആലോചിച്ചത് വീഡിയോ എടുക്കാം. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വന്നു, വീഡിയോ എടുക്കുന്നു. അപ്പോൾ ഇതിൽ കുറേ സാധനങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്യാൻ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. ഞാൻ റെക്കോർഡ് ചെയ്യില്ലേ. ഓക്കെ, അപ്പോൾ പ്ലീസ് ബി സപ്പോർട്ട്, സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്. ഇതിൽ പിന്നെ വേറെ കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. കാർസ് വാങ്ങാം, കൂലിയാണ്. ബട്ട് അത്രയും പൈസയില്ല ഗൈസ്. ഇല്ലാലോ, ഭയങ്കര വിലയുള്ള കാർസാണ്. ഏറ്റവും കുറഞ്ഞത് 1 ലക്ഷത്തിൻ്റെ. എനിക്ക് ആകെ ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് 12,000 രൂപ. 1 ലക്ഷം ഞാൻ എവിടെ നിന്ന് കൊണ്ടുവരാൻ? ഇനി എവിടെ? മേളിലുണ്ട്. മേട പീസിൽ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. പിന്നെയും പോയി പൈസ കളക്ട് ചെയ്തിട്ട് വരാം. ഒരു ലക്ഷം കളക്ട് ചെയ്തിട്ട് ഇവിടെ വേറൊരു സ്പെഷ്യാലിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. ലോഡായിട്ടില്ല. അവിടെ വേറെ പ്ലെയേഴ്സൊക്കെ ഉണ്ട്. പിന്നെ സിറ്റി ഉണ്ട് ഇവിടെ, സിറ്റി. അപ്പോൾ അവിടെയൊക്കെ പോകാൻ കാറ് വേണം ഇനി. അല്ലാതെ ഞാൻ എത്ര ദൂരം നടന്നു. ഗ്ലാസ് ഡോറിന് എത്ര രൂപയെന്നു? 8,000. എൻ്റെ അമ്മ, 6,000. സീലിംഗ് 8,000. ഇതുകൊണ്ട് ഒരു പ്ലെയർ പോയി, അതുകൊണ്ടൊരു പ്ലെയർ ഇതോ കൊണ്ടുപോകുന്നു. ആകെ കിട്ടണം 8,000 രൂപയാണ്. അതിൽ 6,000 3,000 ഒക്കെ വെച്ചാണ് പിടിക്കുന്നത്. 6,000 8,000 കഷ്ടപ്പാടിന് ലോകം. ഇത് പിന്നെ വേറൊരു കാര്യം, ഇത് പല എപ്പിസോഡ്സായിട്ടാണ് ഞാൻ തിരിച്ചിരുന്നത്. പല എപ്പിസോഡ്സായിട്ടായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യണത്. ഇതിപ്പോൾ പാർട്ട് 1 ആണ്. റോബ്ലോക്സിൽ പാർട്ട് 1. റോബ്ലോക്സിൽ പാർട്ട് 1. പൈസയിൽ എന്താ പറയാനാ, കഷ്ടപ്പാടിന്. 10,000 രൂപയെ. എൻ്റെ അമ്മേ, ഇത്രയും പൈസയൊക്കെ എന്തിനാണ്? ഇതൊരു വീടുണ്ടാക്കാൻ തന്നെ. $7,000 രൂപ. കഷ്ടം. 7,000 രൂപയ്ക്ക് ഞാൻ എന്തേലും ചെയ്യാനാണോ? ഇവിടെ ഓരോ സാധനങ്ങൾക്ക് വിലയിടണം. നിങ്ങൾ കാണാനില്ല. ഇവിടെ നിന്നൊക്കെ സ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിലെ കാര്യം എനിക്ക് പോലും അറിയാൻ വയ്യ. ബഞ്ച് പാലക്കറി കഴിച്ച് എടുത്തു. എൻ്റെ പൊന്നു പുളി. ഞാൻ ഡ്രോയിങ്സൊക്കെ ചെയ്തിടുന്നു കേട്ടോ. അപ്പം അതൊക്കെ പോയി കാണണം. മുമ്പത്തെക്കാൾ ഒത്തിരി കൂടെ പ്രോഗ്രസ് ഉണ്ടെന്ന് തോന്നുന്നു. 104 കിടന്ന ഞാനിപ്പോൾ 400 എത്രയിലായി. കുറവാ. എന്നാലും രാവിലെ സൺസെറ്റ് കണ്ട് നീക്കാൻ പറ്റുന്ന ടൈപ്പ് കട്ടിൽ. അങ്ങോട്ട് ചാടിപ്പോവുകയാണെങ്കിൽ വീഴും. ചാടത്തില്ലല്ലേ. ആട്ടോ കളക്ടർ വേണമായിരുന്നു, പക്ഷെ റോബോക്സിലല്ലെങ്കിൽ വാങ്ങാൻ. ഞാനൊരു നോൺ ചീറ്റിങ് യൂട്യൂബർ. പിന്നെ പൈസയൊക്കെ ആകുമ്പോൾ ചീറ്റിങ്ങൊക്കെ ആകും, പക്ഷേ ഇപ്പം ഒന്നുമില്ല. എന്നാലും ഞാൻ വലിയതായിട്ട് ചീറ്റിങ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ചീറ്റിങ് ചെയ്യാൻ അത്ര ഇഷ്ടമല്ല.
ഗൈസ് ഞാൻ മൂട്ടി വീണു. അപ്പോൾ ഇവിടെ നിന്ന് കയറി പോകാൻ പറ്റുമെന്നാണോ തോന്നണം. ഓക്കെ കയറാം. ബാഗേഴ്സ് മൂട്ടി വീണ അതിലേക്ക് കൂടെ കയറി വീണാം. ദാറ്റ് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് മൈ ഹൗസ്. അണ്ടർഗ്രൗണ്ട് പീസൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കുറച്ച് കഴിഞ്ഞ് മേളിലത്തെ ഇതൊക്കെ കഴിഞ്ഞിട്ട് അണ്ടർഗ്രൗണ്ടിലോട്ട് പോകണം. ഓ ഇവിടെ ഉണ്ടായിരുന്നു. ഇതിൽ കിടക്കത്തില്ല കേട്ടോ. കിടക്കാം. അങ്ങോട്ട് വൈബ് നോക്കി കിടക്കാൻ പറ്റുന്ന ടൈപ്പ് സാധനങ്ങൾ ഇതൊക്കെ എന്തോന്നാണ്. എന്തായാലും കൊള്ളാം. 97% ഞാൻ ഇതിനെ ലൈക്ക് ചെയ്യുന്നു. ഐ ലൈക്ക് ഇറ്റ്. ക്യാഷ് മൾട്ടിപ്ലെയറും ഇല്ലല്ലോ. പ്ലാൻസിന് എത്രയായിരുന്നെന്തോ. ഔട്ട്ഡോർ ലൈറ്റ്. ഇനി പുറത്ത് ലൈറ്റ് ഉണ്ടാക്കിയാലേ അവന്മാർക്ക് ജീവിക്കത്തുള്ളൂ. എൻ്റെ പൊന്നോ, ടെക്നോളജി ഹൈ ആയിക്കൊണ്ടിരിക്കുന്തോറും കയ്യിലെ പോക്കറ്റ് കീറുകയാണല്ലോ. റോബക്സ് 12,000 രൂപയായിട്ടാണ് ഞാൻ പോകുന്നത്. ഔട്ട്ഡോർ ലൈറ്റ് വാങ്ങണം തന്നെ എൻ്റെ പാതി പൈസ ഉണ്ട്. എത്ര രൂപ ഇടും? സൺ എന്തായാലും ഒരു സാധനം 15,000 രൂപ. എന്തായാലും കുറച്ച് മിനിറ്റ് വാങ്ങത്തുള്ളൂ. താഴെ എന്തായാലും ഉണ്ടല്ലോ. താഴെ എന്തായാലും ഉണ്ടായിരുന്നു. ഞാൻ അതിനെയൊക്കെ മിസ് ചെയ്തു. കുറേ സാധനങ്ങൾ ഞാൻ മിസ് ചെയ്തിട്ടാണ് മേളിൽ പോയത്. കുഴപ്പമില്ല, താഴെ തീർത്തിട്ട് മേളിൽ പോവാം. അതാകുമ്പോഴത്തേക്ക് കൂടെ പൈസ കിട്ടും. മിഷൻ എന്തൊക്കെ സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊന്നും മനസ്സിലായി. ഓ ഇതിങ്ങനെ ഗൈസ്, ഈ സാധനം ഇങ്ങനത്തെയാണ് കേട്ടോ. അതുള്ളതല്ല ഓട്ടോമാറ്റിക്. അതുകൊണ്ട് ഇത് ഓട്ടോമാറ്റിക്കാണ്. ഇങ്ങനെ തുറക്കും. മാറുമ്പോൾ അടയും. മറ്റേ ഹോസ്പിറ്റലിലൊക്കെ ഇത് കണ്ട 999 അത് കൊള്ളാം. ക്യാഷ് 999 20,000 രൂപ. അത് കൊള്ളാല. പൊളിച്ച്. ഐ ലൈക്ക് ഇറ്റ്. പ്രോട്ട ഗൈസ്, ഒരു കാറെങ്കിലും, ഒരാഗ്രഹം, ഒരു കാർ. 1,00,000 രൂപ ഒരു കാറിന്. നമ്മുടെ ജീപ്പ്. വിൻഡോസിനൊക്കെ ഇത്രയും പൈസ. എൻ്റെ ദൈവമേ, സത്യം പറയാല് ഇങ്ങനെ എന്തിനടോ ഈ കിടമണ്ണ ഈ ദ്രോഹിക്കുന്നു. മേളിൽ പോയി വല്ലതും വാങ്ങാൻ പറ്റുമോ? വാങ്ങാം. എന്തൊക്കെയോ തുറക്കാൻ പറ്റത്തില്ല കേട്ടോ. ഗ്ലാസ് ഡോർ. ഇതിലെ കൂടെ ഓട്ടോ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നൊക്കെ ഇറങ്ങിയില്ല ഗൈസ്. അപ്പം ഞാൻ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീർക്കണമെന്ന് ഞാൻ ആലോചിക്കുന്നു ഗൈസ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ തീർക്കാൻ പോകണം. എങ്ങനെയാണെന്ന് മനസ്സിലായോ? അതുകൊണ്ട് ആ ബട്ടൺ
അതെ ആ ബട്ടൺ ഈ കുട്ടമ്പ എന്തോ പിങ്ക് ഗൈസ്. അപ്പം ആ ചാനൽ കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് പാർട്ട് 1 തീർന്നിരിക്കുകയാണ്. അപ്പം ബൈ ബൈ.